ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ബിഗിനേഴ്സ്. അപ്പോൾ നമ്മൾ ഇന്നലെ എടുത്ത ചാപ്റ്റർ ഉണ്ടല്ലോ, തുല്യതയിലേക്ക് എന്ന പദ്ധതി. അതിൽ നമ്മൾ ആരെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? സഹോദരൻ അയ്യപ്പനെക്കുറിച്ചും പറഞ്ഞു, അതുപോലെ തന്നെ വൈകുണ്ഠ സ്വാമികളെക്കുറിച്ചും സമത്വ സമാജത്തെക്കുറിച്ചും സഹോദര സംഘത്തെക്കുറിച്ചും ഇതിനെക്കുറിച്ച് മുഴുവനായി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ ചാപ്റ്ററിൽ ഇനിയും ബാക്കി നമുക്കുണ്ട്. നമ്മൾ ആ ചാപ്റ്ററിൽ വെറുതെ വായിച്ചിട്ട് പോവുകയാണെന്ന് പറഞ്ഞാൽ അതിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പഠിക്കാനില്ല എന്ന് തോന്നും. പക്ഷെ ആദ്യത്തെ ഓരോ കാര്യങ്ങളും ഡീപ്പായി പഠിച്ചാൽ മാത്രമേ നമുക്ക് PSCക്ക് അത് ഹെൽപ്പ് ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ആ ക്ലാസ്സിനെ പകുതിയാക്കിയിട്ട് ഒരു ചാപ്റ്ററായി തന്ന് രണ്ടാം ഭാഗം എന്ന നിലയിൽ വീണ്ടും ആ ക്ലാസ്സുമായി വന്നിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞത് സഹോദരൻ അയ്യപ്പനെക്കുറിച്ചും വൈകുണ്ഠ സ്വാമികളെക്കുറിച്ചും പറഞ്ഞു. ഇനി അതിൽ പറയുന്ന ഒരു ഭാഗമാണ് മേൽമുണ്ട് സമരം എന്ന് പറയുന്നത്. വസ്ത്രധാരണാവകാശത്തിന് വേണ്ടി തെക്കൻ തിരുവിതാംകൂറിലെ സ്ത്രീകൾ 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യം മുതൽ നടത്തി വന്ന സമരമാണ് മേൽമുണ്ട് സമരം. ദീർഘകാലത്തെ സമരത്തിന് ശേഷം ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാനുള്ള അവകാശം നൽകിക്കൊണ്ട് തിരുവിതാംകൂർ സർക്കാർ വിളംബരം പ്രസിദ്ധപ്പെടുത്തി. എങ്കിലും ജാതിയാചാരത്തിൻ്റെ പേരിൽ പിന്നീടും ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാൻ പലർക്കും കഴിഞ്ഞില്ല. അപ്പം മേൽമുണ്ട് സമരം, താഴ്ന്ന ജാതിക്കാർ മേൽഭാഗത്ത് മുണ്ട് ധരിക്കാൻ പാടില്ല എന്നുള്ള ഒരു ആചാരമായിരുന്നു ഉണ്ടായിരുന്നത്. അതിന് മേലെ ധരിച്ചു പറഞ്ഞാൽ അവർക്ക് കഠിനമായ ശിക്ഷകൾ ലഭിക്കുന്ന നിയമവ്യവസ്ഥയെല്ലാമാണ് പണ്ട് കാലത്ത് നിലനിന്നിരുന്നത്. അതിനെതിരെ പണ്ട് മുതൽ 19-ാം നൂറ്റാണ്ട് മുതൽ തന്നെ സമരം നടന്നിട്ടുണ്ടായിരുന്നു. അതിനെയാണ് മേൽമുണ്ട് സമരം പറയുന്നത്. ആ മേൽമുണ്ട് സമരം ഫസ്റ്റ് നമ്മൾ പറഞ്ഞു വൈകുണ്ഠ സ്വാമികളുമായി ബന്ധപ്പെട്ട സമരമാണ് മേൽമുണ്ട് സമരം എന്ന് പറഞ്ഞു. ആ മേൽമുണ്ട് സമരം 1822 മേൽമുണ്ട് സമരം നടന്നത്. അതിനെ ഒന്നാം ചാന്നാർ ലഹള എന്ന് പറയുന്നു. അപ്പോൾ 1822 ഒന്നാം ചാന്നാർ ലഹള നടന്നത്. അപ്പോൾ ചാന്നാർ ലഹള നടന്നത് എന്നാണ് ചോദിച്ചാൽ 1859. ഇതും എന്താണ്, മേൽമുണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള സമരമാണ് ചാന്നാർ ലഹള എന്ന് പറയുന്നത്. മാറുമറയ്ക്കാനുള്ള അവകാശങ്ങൾക്ക് വേണ്ടി തിരുവിതാംകൂറിൽ നടന്ന സമരമാണ് ചാന്നാർ ലഹള. കേരളത്തിലെ ആദ്യ സാമൂഹിക പ്രക്ഷോഭമാണ് ഈ ചാന്നാർ ലഹള എന്ന് പറയുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? നാടാർ വിഭാഗമായിരുന്ന അല്ലെങ്കിൽ താഴെത്തട്ടിലിരുന്ന ജനങ്ങൾക്ക് മാറുമറയ്ക്കാനുള്ള അനുവാദം നൽകിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഏത് വിഭാഗമാണെന്ന് ചോദിച്ചാൽ അത് നാടാർ വിഭാഗത്തിനാണ്. അവർക്കൊന്നും എന്തിനുള്ള അധികാരം ഉണ്ടായിരുന്നില്ല? മേൽമുണ്ട് ധരിക്കാനുള്ള അധികാരം ഉണ്ടായിരുന്നില്ല. അതിനു വേണ്ടി ആ അവകാശം നേടിയെടുക്കാൻ വേണ്ടി നടന്ന സമരമാണ് ചാന്നാർ ലഹള എന്ന് പറയുന്നത്. 1859. അപ്പോൾ ഒന്നാം ചാന്നാർ ലഹള എന്നാണ്, അല്ലെങ്കിൽ മാറുമറയ്ക്കൽ എന്നൊക്കെ ചോദിക്കാന്ന് പറഞ്ഞാൽ 1822. ഈ ചാന്നാർ ലഹള തന്നെയാണ് മാറുമറയ്ക്കൽ സമരം, ശീലവഴക്ക്, അതുപോലെ മേൽശീല കലാപം, നാടാർ ലഹള, മുലമാറാപ്പ് വഴക്ക് എന്നെല്ലാം അറിയപ്പെടുന്നു. അതിൽ ഇമ്പോർട്ടൻ്റ് ആണ് മേൽമുണ്ട് സമരം, ചാന്നാർ ലഹള, നാടാർ ലഹള. ഈ മൂന്നും ഒന്ന് തന്നെയാണ്. ഏതൊക്കെയാണ്? ചാന്നാർ ലഹള, മേൽമുണ്ട് സമരം, നാടാർ ലഹള എന്നെല്ലാം ചോദിച്ചാൽ അതെല്ലാം ഒന്ന് തന്നെയാണ്. കാരണം നാടാർ വിഭാഗത്തിനാണ് ഈ അവഗണന നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിന് പ്രചോദനം നൽകിയ വ്യക്തിയെ നമ്മൾ നേരത്തെ മുഴുവനായി പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ വ്യക്തിയെക്കുറിച്ച് വൈകുണ്ഠ സ്വാമികളാണ്. ഇനി ഈ സമരത്തിൻ്റെയൊക്കെ ഫലമായിട്ട് ഇവർക്ക് എന്ത് കിട്ടി? മാറുമറയ്ക്കാനുള്ള അവകാശം കിട്ടി. ആ അവകാശം ആരാണ് നൽകിയത്? അങ്ങനെയുള്ള ഒരു വിളംബരം ആരാണ് പുറപ്പെടുവിച്ചത് എന്ന് ചോദിച്ചാൽ 1859 ജൂലൈ 26 ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് എല്ലാ ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്കും മേൽമുണ്ട് ധരിക്കാൻ അനുവാദം നൽകിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത്. അപ്പോൾ ആരാണ്? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ഉത്രത്തിൽ മാറ് മറച്ചോ എന്ന് ഓർത്തു വയ്ക്കുക. 1859 ജൂലൈ 26 എന്ത് നൽകിയത്? മാറുമറയ്ക്കാനുള്ള അനുവാദം നൽകിയത്. എന്നാൽ ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഈ തിരുവിതാംകൂർ രാജാവ് ഈ ഉത്തരവ് ഇറക്കിയത് എന്ന് ചോദിച്ചാൽ ലോർഡ് ഹാരിസയുടെ നേതൃത്വത്തിലാണ്, അല്ലെങ്കിൽ നിർദ്ദേശപ്രകാരമാണ്. ലോർഡ് ഹാരിസയുടെ നിർദ്ദേശപ്രകാരമാണ് തിരുവിതാംകൂർ രാജാവായിരുന്ന ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഈ ഉത്തരവ് ഇറക്കിയത്. അതുപോലെ തന്നെ ഈ ചാന്നാർ വിഭാഗത്തിൽപ്പെട്ടവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ക്രിസ്തു മതത്തിലേക്കെല്ലാം പരിവർത്തനം ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള വ്യക്തികൾക്കെല്ലാം മാറുമറയ്ക്കാനുള്ള അനുവാദം നൽകിയ ദിവാൻ ആരാണെന്ന് ചോദിച്ചാൽ
കേണൽ മൺറോ ആണ്. ഇതുകൂടാതെ തന്നെ ചാന്നാർ സ്ത്രീകൾക്ക് അവരുടെ ആഭിജാത്യ ബോധമനുസരിച്ച് ഏത് തരത്തിലും വസ്ത്രം ധരിച്ച് നഗ്നത മറയ്ക്കുന്നതിനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ഇതിനാൽ അനുവദിച്ചിരിക്കുന്നു. എന്നാൽ അവർ ഉന്നത ജാതിയിലെ സ്ത്രീകളുടെ വസ്ത്രങ്ങളെ അനുകരിക്കാൻ പാടില്ലാത്തതാകുന്നു എന്നുകൂടി ഈ വിളംബരത്തിൽ ഉണ്ടായിരുന്നു. അതായത് അവർക്ക് മാറുമറയ്ക്കാം, അവരുടെ നഗ്നത മറയ്ക്കാം, എന്നാൽ ഉന്നത ജാതരായ വ്യക്തികളെ പോലെ അനുകരിച്ചു കൊണ്ടുള്ള വസ്ത്രധാരണത്തിന് അപ്പോഴും അവർക്ക് എന്തുണ്ടായിരുന്നില്ല, അനുവാദം ഉണ്ടായിരുന്നില്ല. അതാണ് എങ്കിലും ജാത്യാചാരത്തിൻ്റെ പേരിൽ പിന്നീടും ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാൻ പലർക്കും കഴിഞ്ഞിരുന്നില്ല. ഇനി അതുപോലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്, അല്ലെങ്കിൽ കേരള ചരിത്രം എടുത്താൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്, അയ്യങ്കാളി എന്ന് പറയുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് തന്നുള്ള കുറച്ച് ഭാഗങ്ങൾ നോക്കാം. ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാ വിദ്യാർത്ഥികൾക്കും 4ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം തിരുവിതാംകൂർ സർക്കാർ സൗജന്യമായി നൽകിയിരുന്നു. അപ്പോൾ ഓൾറെഡി തിരുവിതാംകൂർ സർക്കാർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ജാതിയോ മതമോ നോക്കാതെ തന്നെ 4ാം ക്ലാസ് വരെ വിദ്യാഭ്യാസം സൗജന്യമായി നൽകിയിട്ടുണ്ടായിരുന്നു. എന്നാൽ പോലും മേൽജാതിക്കാർ എന്ന് കരുതപ്പെട്ടിരുന്ന വിഭാഗത്തിലെ സ്കൂൾ അധികൃതർ കീഴ്ജാതിക്കാർ എന്ന് കരുതിയിരുന്ന വിഭാഗത്തിലെ കുട്ടികൾക്ക് പ്രവേശനം നൽകിയിരുന്നില്ല. ഇതിൽ പ്രതിഷേധിച്ചാണ് സർക്കാർ ഉത്തരവ് നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പഞ്ചമി എന്ന പേരുള്ള ദലിത് ബാലികയുടെ കൈപിടിച്ച് ഊരൂട്ടമ്പലം സ്കൂളിൽ ചെന്ന് പ്രവേശനം നൽകാൻ അയ്യങ്കാളി ആവശ്യപ്പെട്ടത്. പഞ്ചമിക്ക് പ്രവേശനം നൽകാൻ അധികാരികൾ നിർബന്ധിതരായെങ്കിലും അന്നു രാത്രി തന്നെ മേൽജാതിക്കാർ സ്കൂളിന് തീയിട്ടു. കത്തിക്കരിഞ്ഞ ബെഞ്ചിൻ്റെയും മറ്റുപകരണങ്ങളുടെയും അവശേഷിപ്പുകൾ സ്കൂൾ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ആ സ്കൂളാണ് അയ്യങ്കാളി പഞ്ചമി സ്മാരക സ്കൂൾ എന്ന് പേരിട്ടിട്ടുള്ളത്. അപ്പോൾ ഊരൂട്ടമ്പലം ലഹള, അതുപോലെ പുലയ ലഹള എന്നെല്ലാം അറിയപ്പെടുന്നത് ഈ സംഭവമാണ്. ഏതാണ്? ഈ ദളിത് വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് അയ്യങ്കാളി നടത്തിയ ഈ സമരത്തെയാണ് ഊരൂട്ടമ്പലം ലഹള, അല്ലെങ്കിൽ ഈ ദളിത് വിദ്യാർത്ഥിയായ പഞ്ചമിയുടെ കൈ പിടിച്ചിട്ട് ഊരൂട്ടമ്പലം സ്കൂളിൽ പ്രവേശിപ്പിക്കാൻ ഉദ്യോഗസ്ഥരെ വിസമ്മതിച്ചവരെ എന്ത് ചെയ്യിപ്പിച്ചു, നിർബന്ധിച്ചിട്ട് അവരെ അവിടെ സ്കൂളിൽ ചേർത്തി. പക്ഷേ അന്ന് രാത്രി എന്ത് ചെയ്തു, മേൽജാതിക്കാരെ ആ സ്കൂളിന് തീയിട്ടു. അപ്പോൾ ഈ പുലയ ലഹള നടന്നത്, അല്ലെങ്കിൽ ഊരൂട്ടമ്പലം ലഹള നടന്നത് എപ്പോഴാണ്? 1915 ഈ പുലയ ലഹള അല്ലെങ്കിൽ ഊരൂട്ടമ്പലം ലഹള നടന്നത്. എന്തിനു വേണ്ടിയിട്ടുള്ളതായിരുന്നു? ദളിത് വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു ഈ ഊരൂട്ടമ്പലം ലഹള എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ബന്ധപ്പെട്ട വിദ്യാർത്ഥി ആരാണ്? പഞ്ചമി എന്നാണ്. അപ്പോൾ അത് ഏത് സ്കൂളായിരുന്നു എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഊരൂട്ടമ്പലം സ്കൂളിലായിരുന്നു. അതുകൊണ്ടാണ് അതിന് ഊരൂട്ടമ്പലം ലഹള എന്ന് പറയുന്നത്. ഇതിനെ തന്നെ നമ്മൾ വേറൊരു പേരും പറയണ്ടേ, 90ാം ആണ്ട് ലഹള എന്ന് പറഞ്ഞു. അതെന്തുകൊണ്ടാണ് പറഞ്ഞാൽ 1990 നടന്നതിനാലാണ് ഇതിനെ 90ാം ആണ്ട് ലഹള എന്ന് പറയുന്നത്. അതായത് കൊല്ലവർഷം 1990 നടന്നതിനാലാണ് ഇതിനെ 90ാം ആണ്ട് ലഹള എന്ന് പറയുന്നത്. അപ്പോൾ ഈ 1915 പുലയ ലഹള തന്നെയാണ് ഊരൂട്ടമ്പലം ലഹള, 90ാം ആണ്ട് ലഹള എന്നെല്ലാം അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ നമ്മൾ ഇനി നോക്കേണ്ടത് ആരെക്കുറിച്ചിട്ടാണ്? അയ്യങ്കാളിയെക്കുറിച്ചും കൂടി നോക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി 2 നവോത്ഥാന നായകരെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, ഇടയ്ക്കിടയ്ക്ക് റിവിഷൻ ചെയ്താൽ മാത്രമേ അത് ഓർമ്മ നിൽക്കുള്ളൂ. ഇനി അയ്യങ്കാളി എവിടെയാണ് ജനിച്ചത്? തിരുവനന്തപുരത്തെ വെങ്ങാനൂരിലാണ് ആര് ജനിച്ചത്? അയ്യങ്കാളി ജനിച്ചത്. ഏത് വർഷമാണ്? 1863 ഓഗസ്റ്റ് 28 തിരുവനന്തപുരത്തെ വെങ്ങാനൂരിൽ ജനിച്ച നവോത്ഥാന നായകനാണ് അയ്യങ്കാളി എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ബാല്യകാല നാമമാണ് കാളി എന്നത്. കാളി എന്നറിയപ്പെടുന്നത്. ഇദ്ദേഹമാണ് ആധുനിക ദളിതരുടെ പിതാവെന്ന് അറിയപ്പെടുന്നത്. എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ആധുനിക ദളിതരുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? അയ്യങ്കാളിയാണ്. അതുമാത്രമല്ല, ആധുനിക ദളിതരുടെ പിതാവ്, ആളിക്കത്തിയ തീപ്പൊരി എന്നെല്ലാം അറിയപ്പെടുന്നത് ഈ അയ്യങ്കാളിയാണ്. ഇദ്ദേഹത്തിനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, തിരുവിതാംകൂറിൽ കർഷക തൊഴിലാളികളുടെ ആദ്യ പണിമുടക്ക് സമരം നയിച്ചത് അയ്യങ്കാളിയാണ്. അപ്പോൾ കർഷക തൊഴിലാളികളുടെ ആദ്യ പണിമുടക്ക് സമരം തിരുവിതാംകൂറിൽ നയിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് അയ്യങ്കാളിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവാണ് ഇദ്ദേഹം, അല്ലെങ്കിൽ തൊഴിലാളി നേതാവായി വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തിയാണ് അയ്യങ്കാളി എന്ന് പറയുന്നത്. ഇദ്ദേഹം പിന്നോക്ക ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി അയ്യങ്കാളി കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ചത് വെങ്ങാനൂരിലാണ്. 1905 ഇദ്ദേഹം അത് സ്ഥാപിച്ചത്. കേരളത്തിലെ
അധകൃത വിഭാഗത്തിനു വേണ്ടിയുള്ള ആദ്യ വിദ്യാലയമാണ് അയ്യങ്കാളി കുടിപ്പള്ളിക്കൂടം എന്ന് പറയുന്നത്. വെങ്ങാനൂരിലെ 1905. അതുപോലെ തന്നെ അയ്യങ്കാളി സമുദായ കോടതി സ്ഥാപിച്ചതും ഈ വെങ്ങാനൂരിൽ തന്നെയാണ്. അപ്പോൾ കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ചത് വെങ്ങാനൂരിലാണ്, സമുദായ കോടതി സ്ഥാപിച്ചതും എവിടെയാണ്? അതും വെങ്ങാനൂരിൽ തന്നെയാണ്. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും എന്ന് പ്രഖ്യാപിച്ച നായകൻ കൂടിയാണ്, നവോത്ഥാന നായകൻ കൂടിയാണ് ആരെന്ന് പറയുന്നത്? അയ്യങ്കാളി എന്ന് പറയുന്നത്. അപ്പോൾ ചാലിയൻ തെരുവ് ലഹളയുടെ സൂത്രധാരനും ആരാണ്? അയ്യങ്കാളിയാണ്. 1898 ചാലിയൻ തെരുവ് ലഹള നടന്നത്. ഇദ്ദേഹം 1911 ഡിസംബർ 5 ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യ SC വിഭാഗത്തിൽപ്പെട്ട വ്യക്തി കൂടിയാണ് അയ്യങ്കാളി എന്ന് പറയുന്നത്. 1911 ഡിസംബർ 5 അദ്ദേഹം ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായത്. അങ്ങനെ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യ SC വിഭാഗത്തിൽപ്പെട്ടയാളാണ് അയ്യങ്കാളി എന്ന് പറയുന്നത്. അദ്ദേഹം ആ ശ്രീമൂലം പ്രജാസഭയിൽ 28 വർഷം അംഗമായിരുന്നു. എത്ര വർഷമാണ്? 28 വർഷം അംഗമായിരുന്ന ഒരു വ്യക്തി കൂടിയാണ് അയ്യങ്കാളി എന്ന് പറയുന്നത്. അതുപോലെ അദ്ദേഹത്തിൻ്റെ ലഹളകൾ അല്ലെങ്കിൽ അദ്ദേഹം നയിച്ച സമരങ്ങൾ നമ്മൾ പറഞ്ഞു. ചാലിയൻ തെരുവ് ലഹള പറഞ്ഞു. അതുപോലെ തന്നെ ഒന്നാണ് 1912 നടന്ന നെടുമങ്ങാട് ചന്ത കലാപം. നെടുമങ്ങാട് ചന്ത കലാപത്തിന് നേതൃത്വം നൽകിയതും ഈ അയ്യങ്കാളി തന്നെയാണ്. ഇനി ഇദ്ദേഹം സ്ഥാപിച്ച ഒരു പ്രസ്ഥാനമാണ് സാധുജന പരിപാലന സംഘം എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത്? സമൂഹത്തിലെ അനാചാരങ്ങളും അസമത്വങ്ങളും ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇദ്ദേഹം സാധുജന പരിപാലന സംഘം എന്ന ഒരു സംഘടന 1907 സ്ഥാപിച്ചത്. എപ്പോഴാണ് സ്ഥാപിച്ചത്? 1907 സാധുജന പരിപാലനം എന്ന സംഘം സമൂഹത്തിലെ അനാചാരങ്ങളും അസമത്വങ്ങളും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് അയ്യങ്കാളി സ്ഥാപിച്ചത്. എന്നാൽ പിന്നീട് ഇതിൻ്റെ പേര്, ഈ സാധുജന പരിപാലന സംഘം എന്ന പേര് പിന്നീട് എന്താക്കി മാറ്റി? പുലയ മഹാസഭ എന്നാക്കി മാറ്റി. എപ്പോഴാണ് മാറ്റിയത്? 1938. അപ്പോൾ 1907 സാധുജന പരിപാലന സംഘം എന്ന സംഘടന സ്ഥാപിച്ചത്. എന്നാൽ 1938 അതെന്താക്കി മാറ്റി? പുലയ മഹാസഭ എന്നാക്കി മാറ്റി. ഇദ്ദേഹം ഈ സാധുജന പരിപാലന സംഘം രൂപീകരിക്കുന്നതിന് പ്രചോദനമായ സംഘടന ഏതാണെന്ന് ചോദിച്ചു പറഞ്ഞാൽ അത് SNDP ആണ്. ഏതാണ്? SNDP, നമ്മുടെ ശ്രീനാരായണ ഗുരുയുടെ SNDP സംഘടനയുടെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇദ്ദേഹം സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത്. ഈ സാധുജന പരിപാലന സംഘത്തിൻ്റെ ഒരു പ്രധാന ലക്ഷ്യമായിരുന്നു താഴ്ന്ന ജാതിക്കാർക്ക് പൊതുനിരത്തിലൂടെ യാത്രാ സ്വാതന്ത്ര്യം, സ്കൂളുകളിൽ പ്രവേശനം എന്നിവ അനുവദിക്കുക എന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് അദ്ദേഹം നയിച്ച ഒരു സമരം കൂടി ഉണ്ട് അല്ലേ? എന്താണ്? 1893 അദ്ദേഹം ഈ സംഘടനയെല്ലാം തുടങ്ങുന്നതിന് മുൻപേ 1893 അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? വില്ല് വണ്ടി സമരം നടത്തിയിട്ടുണ്ട് അല്ലേ? എങ്ങനെയാണ് നടത്തിയത്? പൊതുവഴിയിലൂടെ താഴ്ന്ന ജാതിക്കാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി അയ്യങ്കാളി നടത്തിയ സമരമാണ് ഈ 1893 വില്ലുവണ്ടി സമരം എന്ന് പറയുന്നത്. ഇത് നടത്തിയത് വെങ്ങാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെയാണ്. എവിടെ മുതൽ എവിടം വരെയാണ്? വെങ്ങാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെയാണ്. അപ്പോൾ 1907 സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചു. അത് 1938 പുലയ മഹാസഭ എന്നാക്കി മാറ്റി. SNDPയുടെ മാതൃകയിലാണ് അത് സ്ഥാപിച്ചത്. അതുപോലെ തന്നെ എന്തിനു വേണ്ടി? താഴ്ന്ന ജാതിക്കാർക്ക് വേണ്ടി, അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടും ആണ് ഇത് സ്ഥാപിച്ചത്. അതുകൂടാതെ തന്നെ അവർക്ക് പൊതുനിരത്തിലൂടെയുള്ള യാത്രാ സ്വാതന്ത്ര്യത്തിനും കൂടി വേണ്ടിയിട്ടാണ് ഈ സംഘടന സ്ഥാപിച്ചത്. സാധുജന പരിപാലന സംഘത്തിൻ്റെ മുഖപത്രം ഏതാണെന്ന് ചോദിച്ചാൽ 1913 ഇറങ്ങിയ സാധുജന പരിപാലനിയാണ്. സാധുജന പരിപാലന സംഘത്തിൻ്റെ അല്ലെങ്കിൽ പിന്നീട് പുലയ മഹാസഭ എന്നാക്കിയതിൻ്റെ മുഖപത്രമായിരുന്നത് 1913 അത് ഇറങ്ങിയത്. അതിൻ്റെ പത്രാധിപൻ ആരാണെന്ന് ചോദിച്ചാൽ ഈ സാധുജന പരിപാലനയുടെ പത്രാധിപനാണ് ചെമ്പന്തറ കാളിച്ചോതി കറുപ്പൻ എന്ന് പറയുന്നത്. ഈ സാധുജന പരിപാലനി തന്നെയാണ് ഇന്ത്യയിലെ ആദ്യ ദളിത് പത്രമായും അറിയപ്പെടുന്നത്. ഇത് തന്നെയാണ്. അതുപോലെ നമ്മൾ പറഞ്ഞു അയ്യങ്കാളിയുടെ ഊരൂട്ടമ്പലം ലഹള, അത് എന്തിനു വേണ്ടിയിട്ടുള്ളതായിരുന്നു നമ്മൾ പറഞ്ഞത്? പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് സ്കൂളിൽ പഠിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു അല്ലേ? അപ്പോൾ
അയ്യങ്കാളിയുടെ പരിശ്രമത്തിനൊടുവിൽ പിന്നോക്ക ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് സർക്കാർ സ്കൂളിൽ പഠിക്കാൻ സ്വാതന്ത്ര്യം നൽകിയ രാജാവാണ് ശ്രീമൂലം തിരുനാൾ എന്ന് പറയുന്നത്. ശ്രീമൂലം തിരുനാളാണ് 1914 പിന്നോക്ക ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് സ്കൂളിൽ പഠിക്കാനും വേണ്ടിയിട്ടുള്ള സ്വാതന്ത്ര്യം നൽകിയത്. അതുപോലെ പ്രധാനപ്പെട്ട ഒരു സമരമാണ് കല്ലുമാല സമരം എന്ന് പറയുന്നത്. 1915 കല്ലുമാല സമരം അയ്യങ്കാളി സംഘടിപ്പിച്ചത്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? പിന്നോക്ക ജാതിയിൽപ്പെട്ടവർക്ക് വസ്ത്ര ആഭരണ ധാരണത്തിനായി സംഘടിപ്പിച്ച പ്രക്ഷോഭമാണ് കല്ലുമാല സമരം എന്ന് പറയുന്നത്. 1915 അത് നടന്നത്. പെരിനാടാണ് ഈ സമരം നടന്നത്. പെരിനാട്, കൊല്ലത്തെ പെരിനാടാണ് ഈ കല്ലുമാല സമരം നടന്നത്. അതുകൊണ്ട് തന്നെ അതിനെ പെരിനാട് ലഹള എന്നും അറിയപ്പെടുന്നു. പെരിനാട് ലഹള എന്നും അറിയപ്പെടുന്നു. ഞാനിതാ പുലയ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞത് ആരാണെന്ന് ചോദിച്ചാൽ അത് അയ്യങ്കാളിയാണ്. അപ്പോൾ അയ്യങ്കാളിയെ കുറിച്ച് പറയുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയി പറയേണ്ടത് ഏതൊക്കെയാണ്? ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാടങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും എന്ന് പറഞ്ഞതും, അതുപോലെ ഞാനിതാ പുലയ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞതും അയ്യങ്കാളിയാണ്. ഈ അയ്യങ്കാളി ഗാന്ധിജിയെ സന്ദർശിച്ചത് 1937 1937 അയ്യങ്കാളി ഗാന്ധിജിയെ സന്ദർശിച്ചത്. കേരളത്തിലെ പട്ടികജാതി വികസന വകുപ്പിന്റെ ആസ്ഥാനം അയ്യങ്കാളി ഭവനാണ്. അയ്യങ്കാളി ഭവനാണ്. ഇന്ത്യൻ സ്റ്റാമ്പിൽ അയ്യങ്കാളിയെ അനുസ്മരിച്ച് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയത് 2002 ഓഗസ്റ്റ് 12 അയ്യങ്കാളിയുടെ പ്രതിമ തിരുവനന്തപുരത്ത് അനാച്ഛാദനം ചെയ്തത് ഇന്ദിരാഗാന്ധിയാണ്. അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് വെങ്ങാനൂരിലെ ചിത്രകൂടത്തിലാണ്. പുലയ രാജ എന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകനാണ് അയ്യങ്കാളി. എങ്ങനെ അറിയപ്പെട്ടിരുന്നതാണ്? പുലയ രാജ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് അയ്യങ്കാളി. അയ്യങ്കാളികളുടെ പുലയരുടെ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജിയാണ്. അയ്യങ്കാളിയെ പുലയരുടെ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. അപ്പോൾ അയ്യങ്കാളിയെ പുലയരുടെ രാജാവ് എന്നും മഹാത്മാഗാന്ധിയും ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധിയുമാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് അയ്യങ്കാളിയെ അഭിപ്രായപ്പെട്ടത് അയ്യങ്കാളിയാണെന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? E.K. നയനാരാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് അയ്യങ്കാളിയെ പറഞ്ഞത് E.K. നയനാരാണ്. കേരള സ്പാർട്ടക്കസ് എന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകനാണ് അയ്യങ്കാളി. പുലയ രാജ എന്നറിയപ്പെട്ടു, പുലയരുടെ രാജാവ് എന്നറിയപ്പെട്ടു. ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് ഇന്ദിരാഗാന്ധി പറഞ്ഞു. ഇന്ത്യയിലെ ആദ്യ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? E.K. നയനാർ പറഞ്ഞു. കേരള സ്പാർട്ടക്കസ് എന്ന് അറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകനാണ് അയ്യങ്കാളി. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദളിത് നേതാവ് എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ച ചരിത്രകാരനാണ് പി സനൽ മോഹൻ എന്ന് പറയുന്ന ആരാണ്? പി സനൽ മോഹൻ എന്ന് പറയുന്നത്. അപ്പോൾ അയ്യങ്കാളിയുടെ പ്രധാന സമരങ്ങളാണ് എന്തെന്ന് പറയുന്നത്? 1793 വില്ലുവണ്ടി യാത്ര എന്ന് പറയുന്നത് നടത്തിയത് ആരാണ്? അയ്യങ്കാളിയാണ്. താഴ്ന്ന ജാതിക്കാർക്ക് വേണ്ടിയുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് 1893 അയ്യങ്കാളി ഈ സമരം നടത്തിയത്. വെങ്ങാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെയാണ്. അതായത് എല്ലാ റോഡുകളിലൂടെയും എന്തില്ലായിരുന്നു? താഴ്ന്ന ജാതിക്കാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല അല്ലേ? അതിന് വേണ്ടിയിട്ട് അയ്യങ്കാളി നടത്തിയ സമരമാണ് 1893 വില്ലുവണ്ടി സമരം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ് 1915 നടന്ന പുലയ ലഹളയും കല്ലുമാല സമരവും. ഈ പുലയ ലഹള തന്നെയാണ് ഊരോട്ടമ്പലം ലഹള, 90-ാം ആണ്ട് ലഹള എന്നെല്ലാം അറിയപ്പെടുന്നു. എന്തിനു വേണ്ടി നടത്തിയതാണ്? ദളിത് വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി നടത്തിയതാണ്. അതുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥി ഏതാണ്? പഞ്ചമിയാണ് സ്കൂള്. ഊരൂട്ടമ്പലം സ്കൂളാണ്. ആ സ്കൂൾ എന്ത് ചെയ്തു? അടുത്ത ദിവസം തന്നെ അല്ലെങ്കിൽ ആ ദിവസം രാത്രി തന്നെ മേൽജാതിക്കാർ വന്നിട്ട് തീയിട്ട് നശിപ്പിക്കുകയുണ്ടായി. 90-ാം ആണ്ട് ലഹള എന്നറിയപ്പെടാൻ കാരണം എന്താണ്? അത് കൊല്ലവർഷം 1090 ആയതുകൊണ്ടാണ്. ഇനി അടുത്തത് കല്ലുമാല സമരം. കല്ലുമാല സമരം അറിയപ്പെട്ടിരുന്നത് പെരിനാട് കലാപം എന്നാണ്. കാരണം അത് കൊല്ലം പെരിനാട് വെച്ചിട്ടായിരുന്നു ആ സമരം നടന്നത്. അപ്പോൾ കല്ലുമാല സമരം പെരിനാട് കലാപം എന്നും അറിയപ്പെട്ടിരുന്നു. എന്തായിരുന്നു ഇതിൽ അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നത് അല്ലെങ്കിൽ അയ്യങ്കാളി നേതൃത്വം നൽകിയിരുന്നത്? അപ്പോൾ എന്തായിരുന്നു അവരുടെ ആവശ്യം? താഴ്ന്ന ജാതിയിൽ ഉൾപ്പെട്ട സ്ത്രീകൾക്ക് സ്വർണമോ വെള്ളിയോ കൊണ്ടുള്ള ആഭരണങ്ങളൊന്നും അണിയാനുള്ള അവകാശമില്ലായിരുന്നു. അതിന് പകരം എന്ത് ചെയ്യാൻ പറ്റും? കാതിലും കഴുത്തിലും ഒക്കെ ജാതി തിരിച്ചറിയാനായിട്ട് കല്ല് കൊണ്ടുള്ള ആഭരണങ്ങൾ അണിയിക്കണമായിരുന്നു. ഇത് എന്തിന് പ്രതീകമായിരുന്നു? ഒരു അടിമത്തത്തിൻ്റെ പ്രതീകമായിരുന്നു. ഇതിനെ കൊല്ലത്തിനടുത്തുള്ള പെരിനാടിൽ അയ്യങ്കാളി ഒരു സർവ്വസമുദായ സമ്മേളനം വിളിച്ചു ചേർക്കുകയും കല്ലുമാലകൾ വലിച്ചെറിയാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്തു. പെരിനാട് വെച്ച് നടന്നതുകൊണ്ടാണ് ഇത് എന്തറിയപ്പെടുന്നത്? പെരിനാട് ലഹള എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് അയ്യങ്കാളിയെക്കുറിച്ച് പറയാനുള്ളത്.
ഒരുവിധം അയ്യങ്കാളിയെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും ഞാൻ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ബാക്കിയും കൂടെ നോക്കാം. സാമൂഹികമായ എല്ലാ ജനവിഭാഗങ്ങളും തുല്യരല്ലാത്ത അവസ്ഥയാണ് സാമൂഹിക അസമത്വം എന്ന് പറയുന്നത്. എന്താണ് സാമൂഹിക അസമത്വം എന്ന് പറയുന്നത്? എല്ലാ ജനങ്ങളും തുല്യരല്ലാത്ത അവസ്ഥയെയാണ് സാമൂഹിക അസമത്വം എന്ന് പറയുന്നത്. പദവി, അവകാശങ്ങൾ, അവസരങ്ങൾ എന്നിവ തുല്യമല്ലാത്ത അവസ്ഥയാണ് ഈ സാമൂഹിക അസമത്വം. പദവിയും അവകാശവും അവസരങ്ങളൊക്കെ വ്യത്യസ്തമാവുമ്പോൾ അവിടെ എന്ത് സൃഷ്ടിക്കപ്പെടുന്നു? അസമത്വം സൃഷ്ടിക്കപ്പെടുന്നു. സാമൂഹിക അസമത്വം എന്നത് ഒരു സമൂഹത്തിനുള്ളിലെ വിഭവങ്ങൾ, അവസരങ്ങൾ, പദവികൾ എന്നിവയുടെ അസമമായ വിതരണത്തെ സൂചിപ്പിക്കുന്നു. വരുമാനത്തിലെ അസമത്വം, സമ്പത്തിലെ അസമത്വം, വിദ്യാഭ്യാസത്തിനും ആരോഗ്യ പരിപാലനത്തിനും അവസരമില്ലായ്മ, വംശം, ജാതി, ലിംഗപദവി എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള വിവേചനം, രാഷ്ട്രീയ സാമൂഹിക അസമത്വം, രാഷ്ട്രീയ സാമൂഹിക സ്ഥാപനങ്ങളിലെ അസമമായ പ്രാതിനിധ്യം എന്നിങ്ങനെ വിവിധ രൂപങ്ങളിൽ സാമൂഹിക അസമത്വം പ്രകടമാകുന്നു. സാമൂഹിക അസമത്വത്തെ ഉന്മൂലനം ചെയ്യുന്നതിനായി സമൂഹത്തിലെ എല്ലാ അംഗങ്ങൾക്കും തുല്യത, നീതി, തുല്യ അവസരങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടുള്ള നയങ്ങൾ സർക്കാരുകൾ രൂപീകരിക്കുന്നു. അപ്പോൾ നമ്മുടെ രാജ്യത്ത് പണ്ട് കാലത്ത് ജാതിപരമായി, വംശീയപരമായിട്ട്, ലിംഗപരമായിട്ട് എല്ലാം വിവേചനം നേരിട്ടിരുന്നു. അതുപോലെ വരുമാനത്തിലും അസമത്വം ഉണ്ടായിരുന്നു, സമ്പത്തിലെ അസമത്വം ഉണ്ടായിരുന്നു, രാഷ്ട്രീയ സാമൂഹിക സ്ഥാപനങ്ങളിലും അസമത്വം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനെല്ലാം വേണ്ടിയിട്ട് ഗവൺമെൻറ് ഇപ്പോഴെന്ത് ചെയ്യുന്നു? പുതിയ നയങ്ങൾ രൂപീകരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ അസമത്വത്തെക്കുറിച്ച് പറയുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയി പറയാനുള്ള ഒന്നാണ് നമ്മുടെ മൗലികാവകാശങ്ങളിൽ പറഞ്ഞിട്ടുള്ള സമത്വത്തിനുള്ള അവകാശങ്ങളെക്കുറിച്ച്. എന്താണ് സമത്വത്തിനുള്ള അവകാശങ്ങളെക്കുറിച്ച്? അപ്പോൾ നമുക്കറിയാം മൗലികാവകാശം എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഒരിക്കലും നിഷേധിക്കപ്പെടാനാവാത്ത അവകാശമാണ് ഈ മൗലിക അവകാശം എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് എവിടെയെങ്കിലും അത് നിഷേധിക്കപ്പെട്ടാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോടതിയിൽ പോകാൻ പറ്റും, അത് നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ മൗലികാവകാശങ്ങൾ എന്ന് പറയുന്നത് എത്ര എണ്ണമാണ്? 6 എണ്ണമാണ്. ആദ്യം 7 എണ്ണമായിരുന്നു, ഇപ്പോൾ 6 എണ്ണമാണ് മൗലികാവകാശം തുടങ്ങുന്നത്. ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം, നമ്മുടെ 6 മൗലികാവകാശങ്ങൾ നോക്കാം. സമത്വത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയാണ് സമത്വത്തിനുള്ള അവകാശം പറയുന്നത്. സ്വാതന്ത്ര്യത്തിനുള്ളതോ ആർട്ടിക്കിൾ 19 മുതൽ 22 വരെയും, ചൂഷണത്തിനെതിരായ അവകാശം 22 മുതൽ 24 വരെയുമാണ്. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 25 മുതൽ 28 വരെയാണ്. സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം ആർട്ടിക്കിൾ 29 മുതൽ 30 വരെയും. ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം ആർട്ടിക്കിൾ 32 അതിൽ ആർട്ടിക്കിൾ 31 എന്തുണ്ടായിരുന്നു? സ്വത്തവകാശം ഉണ്ടായിരുന്നു. പിന്നീട് അത് 44-ാം ഭേദഗതിയിലൂടെ എന്ത് ചെയ്തു? അത് എടുത്തു മാറ്റുകയുണ്ടായി. ഇനി നമുക്ക് ഇതിൽ സമത്വത്തിനുള്ള അവകാശത്തെക്കുറിച്ചൊന്ന് പറഞ്ഞിട്ട് പോകാം. ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയാണ് സമത്വത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നത്. ആർട്ടിക്കിൾ 14 എന്താ പറയുന്നത്? നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്, എല്ലാവർക്കും തുല്യമായ നിയമപരിരക്ഷ നൽകണമെന്നും അനുശാസിക്കുന്നതാണ് ആർട്ടിക്കിൾ 14 എന്ന് പറയുന്നത്. എന്നിരുന്നാൽ കൂടി എന്ത് പറയുമ്പോൾ അതിൽ കൂടെ ഒരു എക്സ്ട്രാ ഒരു പോയിന്റും കൂടി ഉണ്ട്. അതുപോലെ എന്നിരുന്നാൽ കൂടി അനുച്ഛേദം 361 പ്രകാരം, ആർട്ടിക്കിൾ 361 പ്രകാരം പദവിയിലിരിക്കുന്ന രാഷ്ട്രപതി, സംസ്ഥാനത്തെ ഗവർണർമാർ എന്നിവർക്കെതിരെ യാതൊരുവിധ ക്രിമിനൽ നിയമ നടപടികൾ എടുക്കാനോ അവരെ അറസ്റ്റ് ചെയ്യാനോ പാടില്ല. അപ്പോൾ 14 നമ്മൾ പറയുന്നത് എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണെന്ന് പറയുന്നുണ്ട്, തുല്യ നിയമ പരിരക്ഷ നൽകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്നിരുന്നാലും ഈ ഗവർണർക്കും അതുപോലെ രാഷ്ട്രപതിക്കും എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ചെറിയ ഇളവ് നൽകുന്നുണ്ട്. ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? ആർട്ടിക്കിൾ 361 പ്രകാരമാണ്. ഏത് ഗവർണർക്കും ഏത് രാഷ്ട്രപതിക്കുമാണ് പറഞ്ഞാൽ ആ പദവിയിലിരിക്കുന്ന ഗവർണർക്കും അതുപോലെ പദവിയിലിരിക്കുന്ന രാഷ്ട്രപതിക്കുമാണ് എന്ത് ചെയ്യുന്നത്? ഈ ആർട്ടിക്കിൾ 361 പ്രകാരം ഇളവ് നൽകുന്നത്. ഇനി ആർട്ടിക്കിൾ 15 മതം, വർഗം, ജാതി, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോടും വിവേചനം പാടില്ല എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 15. എന്നിരുന്നാലും അവിടെയും ഒരു എന്നിരുന്നാലും വന്ന് എന്താണ്? അവിടെ സ്ത്രീകൾക്കും കുട്ടികൾക്കും എന്ത് നൽകുന്നുണ്ട്? ഒരു പ്രത്യേക പരിഗണന നൽകുന്നുണ്ട്. എല്ലാവരും തുല്യമാണ്, മതം നോക്കണ്ട, വർഗം നോക്കണ്ട, ജാതി നോക്കണ്ട, ലിംഗം നോക്കണ്ട എന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടി അവിടെ സ്ത്രീകൾക്കും കുട്ടികൾക്കും എന്ത് ചെയ്യുന്നുണ്ട്? ചെറിയൊരു ഇളവ് നൽകുന്നുണ്ട്. ഈ സ്ത്രീക്കും പുരുഷനും തുല്യത ഉറപ്പുവരുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് എന്തെന്ന് പറയുന്നത്? അനുച്ഛേദം 15. കാരണം അവിടെ ലിംഗസമത്വം എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ആർട്ടിക്കിൾ 15 എന്ത് ചെയ്യുന്നുണ്ട്? സ്ത്രീക്കും പുരുഷനും തുല്യത ഉറപ്പുവരുത്തുന്നതാണ്. ഇനി
ആർട്ടിക്കിൾ 16 എന്താ പറയുന്നത്? ആർട്ടിക്കിൾ 16 പറയുന്നത് പൊതുനിയമനങ്ങളിൽ അവസര സമത്വം നൽകുന്നു എന്നാണ്. പൊതുനിയമങ്ങളിൽ അവസര സമത്വം നൽകുന്നതിനെക്കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ 16 എന്ന് പറഞ്ഞാൽ. എന്നാൽ അവിടെ ഒരു ഇത് വരുന്നുണ്ട്. എന്താണ്? ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹിക സാമ്പത്തിക വിദ്യാഭ്യാസത്തിന് വേണ്ടി അവർക്ക് കുറച്ച് ഇളവ് നൽകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരെ കുറിച്ച് അവർക്കും കൂടി സമത്വം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കമ്മീഷനെ നിയമിച്ചു. അതായത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർക്കും ഈ പൊതുനിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കമ്മീഷനെ നിയമിച്ചു. ആ കമ്മീഷനാണ് സച്ചാർ കമ്മിറ്റി എന്ന് പറയുന്നത്. ഈ സച്ചാർ കമ്മിറ്റി വന്നത് എപ്പോഴാണ്? 2005 ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹിക സാമ്പത്തിക വിദ്യാഭ്യാസ സ്ഥിതിയെക്കുറിച്ച് പഠിക്കാൻ നിയമിക്കപ്പെട്ട 7-അംഗ കമ്മിറ്റിയാണ് സച്ചാർ കമ്മിറ്റി എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 16 ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു കമ്മിറ്റിയാണ് സച്ചാർ കമ്മിറ്റി. എന്തിനു വേണ്ടി വന്നതാണ്? ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് സാമൂഹിക സാമ്പത്തിക വിദ്യാഭ്യാസ സ്ഥിതികളെക്കുറിച്ച് പഠിക്കാനും വേണ്ടിയിട്ട് നിയമിക്കപ്പെട്ട ഒരു 7-അംഗ കമ്മിറ്റിയാണ് സച്ചാർ കമ്മിറ്റി എന്ന് പറയുന്നത്. അവരെപ്പോഴാണ് വന്നത്? 2005 അവർ വന്നത്. ഇനി ആർട്ടിക്കിൾ 17. ആർട്ടിക്കിൾ 17 നമുക്ക് എല്ലാവർക്കും അറിയാലേ. തൊട്ടുകൂടായ്മ അല്ലെങ്കിൽ അയിത്ത നിരോധനം എന്നിവയാണ് എന്തിൽ പറയുന്നത്? ആർട്ടിക്കിൾ 17 പറയുന്നത്. നമ്മുടെ മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പാസാക്കിയ ഭരണഘടനയുടെ ഏക വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ആർട്ടിക്കിൾ 17 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അയിത്ത നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി ഇങ്ങനെ ആരെങ്കിലും ഇതുപോലെ അയിത്താചരണവുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾ ചെയ്യുകയാണെന്ന് വെച്ചാൽ അവർക്ക് ശിക്ഷ നൽകുന്നത് സിവിൽ അവകാശ സംരക്ഷണ നിയമപ്രകാരമാണ്. 1955 സിവിൽ അവകാശ സംരക്ഷണ നിയമപ്രകാരമാണ് അവർക്ക് ശിക്ഷ നൽകുന്നത്. പിന്നീട് 1976 സിവിൽ റൈറ്റ്സ് ആക്ട് എന്ന് പുനർനാമകരണമൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവർക്ക് പരമാവധി 2 വർഷം വരെ തടവ് ലഭിക്കുന്നതുമാണ് ഈ ആർട്ടിക്കിൾ 17 പ്രകാരം. അപ്പോൾ ആർട്ടിക്കിൾ 17 പറയുന്നത് എന്താണ്? തൊട്ടുകൂടായ്മ, അയിത്തം എന്നിവ നിരോധിക്കുന്നതിന് അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 17 പറയുന്നത്. മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പാസാക്കിയതാണ് ഈ ആർട്ടിക്കിൾ 17 എന്ന് പറയുന്നത്. ഇങ്ങനെ കുറ്റം ചെയ്യുന്നവർക്ക് ഏത് പ്രകാരമാണ് ശിക്ഷ നൽകുന്നത്? 1955 സിവിൽ അവകാശ സംരക്ഷണ നിയമപ്രകാരമാണ് ശിക്ഷ നൽകുന്നത്. പിന്നീട് അത് 1976 എന്താക്കി മാറ്റി എന്ന് നമ്മൾ പറഞ്ഞു? അൺടച്ചബിലിറ്റി ഒഫൻസ് ആക്ട് എന്നാക്കി മാറ്റി എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. പിന്നീട് ആ ആക്ട് എന്ത് ചെയ്തു? പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട്സ് എന്നാക്കി മാറ്റി. അപ്പോൾ പിന്നീട് ഇപ്പം എന്താണ്? പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട്സ് എന്നാണ് അത് പറയുന്നത്. അവർക്ക് പരമാവധി ലഭിക്കാവുന്ന ശിക്ഷ എത്ര വർഷം വരെയാണ്? 2 വർഷം വരെയാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. 2 വർഷം വരെയാണ് അവർക്ക് പരമാവധി ലഭിക്കാവുന്ന ശിക്ഷ എന്ന് പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 18 എന്താ പറയുന്നത്? പദവി നാമങ്ങൾ നിർത്തലാക്കുന്നതിനെ കുറിച്ചിട്ടാണ് ആർട്ടിക്കിൾ 18 പറയുന്നത്. എല്ലാ പദവി നാമവും നിർത്തലാക്കൂല. നമ്മുടെ സൈനികവും അക്കാദമിക് ഒഴികെയുള്ള പദവി നാമം, സൈനികപരമായിട്ട് ഓരോരുത്തർക്കുള്ള പേരുകളുണ്ടല്ലോ, അങ്ങനത്തെ നാമങ്ങളും അതുപോലെ നമ്മുടെ എഡ്യൂക്കേഷൻ മുഖാന്തരം നമ്മൾ നേടിയെടുക്കുന്ന ഡോക്ടർ പോലെയും വക്കീൽ പോലെയും ആ നാമങ്ങളൊന്നും അല്ലാതെ ബാക്കിയുള്ള പദവി നാമം അല്ലെങ്കിൽ ജാതി നാമങ്ങളൊക്കെ എന്ത് ചെയ്യുന്നതാണ് പറയുന്നത്? അതെല്ലാം നിർത്തലാക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങൾ നൽകുന്ന ഒരു സ്ഥാനപ്പേരും എന്താ ചെയ്യാൻ പറ്റില്ല? ഇന്ത്യൻ പൗരന്മാർ സ്വീകരിക്കാൻ പാടില്ല എന്നും ഇതിൽ പറയുന്നുണ്ട്. ഈ ആർട്ടിക്കിൾ 18 പറയുന്നുണ്ട്. അതുപോലെ നമ്മുടെ രാജ്യത്തിൻ്റെ കീഴിലുള്ള ഏതെങ്കിലും ഓഫീസുകളിലോ അല്ലെങ്കിൽ എന്തിലുമോ വർക്ക് ചെയ്യുന്ന ആൾക്കാർ എന്ത് ചെയ്യാൻ പറ്റില്ല? ഉദ്യോഗസ്ഥർ എന്ത് ചെയ്യാൻ പറ്റില്ല? വിദേശത്ത് നിന്നുള്ള അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള പുരസ്കാരങ്ങളോ ഔദ്യോഗിക പദവികളോ ഒന്നും അവർ സ്വീകരിക്കാൻ പാടില്ല. അപ്പോൾ അതാണ് ആർട്ടിക്കിൾ 18 പറയുന്നത്. നമ്മുടെ രാജ്യത്ത് മാത്രമല്ല വിദേശ രാജ്യത്ത് പോയിട്ടും അവരെന്ത് സ്വീകരിക്കാൻ പറ്റില്ല? ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നവരെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഗവൺമെൻറ്റിന് കീഴിൽ വർക്ക് ചെയ്യുന്നവരെ എന്ത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത്? അവിടെ പോയിട്ടും പദവി നാമങ്ങളോ പുരസ്കാരങ്ങളോ സ്വീകരിക്കാൻ പാടില്ല. ആരുടെ അനുവാദമില്ലാതെ? രാഷ്ട്രപതിയുടെ അനുവാദം ഇല്ലാതെ. ഇനി നമുക്ക് ഈ ടെക്സ്റ്റ് ബുക്കിൽ അതുപോലെ സാമൂഹിക അസമത്വത്തിനുള്ള കാരണങ്ങൾ, അതിന് സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ചോദിക്കുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ് ഈ സാമ്പത്തിക അസമത്വങ്ങൾ ഉണ്ടാകുന്നത്? വരുമാനത്തിലെ വ്യത്യാസമുള്ള ഈ 100 രൂപ സമ്പാദിക്കുന്നവനും 1000 രൂപ സമ്പാദിക്കുന്നതിനും ഒരേ സാമ്പത്തിക സ്ഥിതിയായിരിക്കും ഉണ്ടാവില്ല അല്ലേ. അവിടെ അതൊരു പ്രധാന സാമ്പത്തിക അസമത്വം ഉണ്ടാകാനുള്ള ഒരു പ്രധാന കാരണമാണ്. അതുപോലെ തൊഴിലില്ലായ്മ, ഒരു മന്ത്ലി കറക്റ്റായ ഒരു ഗവൺമെൻറ് സ്റ്റാഫിനും അതുപോലെ തന്നെ സാധാ ഒരു കൂലിപ്പണിക്കോ അല്ലെങ്കിൽ വേറെ എന്തിനെങ്കിലും പോകുന്ന ഒരു വ്യക്തിക്കും അവർക്ക് എല്ലാ ദിവസവും തൊഴിൽ കിട്ടണം എന്നില്ല അല്ലേ. അതും ഒരു കാരണമാണ്, ഈ സാമ്പത്തിക അസമത്വത്തിന് കാരണമാണ്. അതുപോലെ വിഭവങ്ങളുടെ ലഭ്യത കുറവ്,
കൂലി, ശമ്പളത്തിലെ വ്യത്യാസം എന്നെല്ലാം എന്ത് അസമത്വത്തിന് കാരണമാണ്? സാമ്പത്തിക അസമത്വത്തിന് കാരണമാണ്. ഇനി വിദ്യാഭ്യാസ അസമത്വം. ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തിന്റെ അഭാവവും പരിമിതമായ വിദ്യാഭ്യാസ അവസരങ്ങളും എന്തിന് കാരണമാക്കുന്നു? വിദ്യാഭ്യാസ അസമത്വത്തിന് കാരണമാക്കുന്നു. അതായത് സാധാരണക്കാരുടെ മക്കൾക്ക് അവർക്ക് ലഭിക്കേണ്ട വിദ്യാഭ്യാസ അവകാശങ്ങൾ ലഭിക്കാതിരിക്കുക, അവസരങ്ങൾ ലഭിക്കാതിരിക്കുക, അവർക്ക് സ്കൂളിൽ പോകാൻ കഴിയാതിരിക്കുമ്പോഴൊന്നും അവർക്ക് എന്ത് ചെയ്യുന്നില്ല, മറ്റു കുട്ടികളുടെ പോലെയുള്ള സമത്വം ലഭിക്കുന്നില്ല. അവിടെയും എന്ത് ലഭിക്കുന്നുണ്ട്? അസമത്വമാണ് ലഭിക്കുന്നത്. ഇനി സാമൂഹിക ഘടനയ്ക്കുള്ളിലെ അസമത്വം. ജാതി, മതം, വംശം, ലിംഗപദവി, ഭിന്നശേഷി എന്നിവ അടിസ്ഥാനമാക്കിയുള്ള വിവേചനം, സാമൂഹിക വഴക്കങ്ങൾ സൃഷ്ടിക്കുന്ന അസമത്വം എന്നിവയാണ് സാമൂഹിക ഘടനയ്ക്കുള്ളിലെ അസമത്വങ്ങളിൽ പെടുന്നത്. ഇനി ഭൂമിശാസ്ത്രപരമായ അസമാനതകൾ എന്ന് പറയുന്നത് ഗ്രാമങ്ങളുടെയും നഗരങ്ങളുടെയും വ്യത്യാസം. ഗ്രാമത്തിൽ ലഭിക്കുന്ന സൗകര്യം അല്ലെങ്കിൽ നഗരങ്ങളിൽ ലഭിക്കുന്ന സൗകര്യങ്ങളെല്ലാം തന്നെ എവിടെ ലഭിക്കത്തില്ല? ഗ്രാമങ്ങളിൽ ലഭിക്കത്തില്ല അല്ലെ. അതുപോലെ വിഭവങ്ങളുടെ ലഭ്യതക്കുറവും ഈ ഭൂമിശാസ്ത്രപരമായ അസമത്വങ്ങൾക്ക് അല്ലെങ്കിൽ അസമാനതകൾക്ക് കാരണമാകുന്നു. ഇനി ചരിത്രപരമായ ഘടകങ്ങൾ. കോളനിവൽക്കരണം, അടിച്ചമർത്തലുകൾ. അതായത് അടിമത്തം നമുക്കറിയാം അല്ലെ. അടിമയുടെ മകൻ അടിമ അങ്ങനെ പോകുമ്പോൾ എന്നിട്ടില്ല, അവർക്ക് ഒരിക്കലും സമത്വം എന്നോ ഒന്നും വരുന്നില്ല. അപ്പം സാമൂഹിക അസമത്വത്തിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? സാമ്പത്തിക അസമത്വം, വിദ്യാഭ്യാസ അസമത്വം, സാമൂഹിക ഘടനയ്ക്കുള്ളിലെ അസമത്വം, ഭൂമിശാസ്ത്രപരമായ അസമാനതകൾ, ചരിത്രപരമായ ഘടകങ്ങൾ എന്നിവയൊക്കെ വരുന്നത്. അതിൽ സാമ്പത്തിക അസമത്വത്തിൽ വരുമാനം, തൊഴിൽ, ലഭ്യത, കൂലി എന്നിവയെല്ലാം പെടുന്നു. വിദ്യാഭ്യാസത്തിൽ ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ലഭിക്കായികയും വരുന്നുണ്ട്, പരിമിതമായ വിദ്യാഭ്യാസ സൗകര്യങ്ങളും വരുന്നുണ്ട്. ഇനി സാമൂഹിക ഘടനയ്ക്കുള്ളിൽ എന്താ വരുന്നത്? ജാതി, മതം, വംശം, ലിംഗപദവി, ഭിന്നശേഷി എന്നിവ അടിസ്ഥാനമാക്കിയുള്ള വിവേചനം. ഇത് നമ്മൾ ആർട്ടിക്കിൾ ഏതിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ആർട്ടിക്കിൾ 16 പറയുന്നത്. അതുപോലെ സാമൂഹിക വഴക്കങ്ങൾ സൃഷ്ടിക്കുന്ന അസമത്വം. പിന്നെ ഭൂമിശാസ്ത്രപരമായ അസമത്വം, ഗ്രാമനഗര വ്യത്യാസം, വിഭവങ്ങളുടെ ലഭ്യത കുറവ്. ഇനി ചരിത്രപരമായ ഘടകങ്ങളോ കോളനിവൽക്കരണം, അടിമത്തം, അടിച്ചമർത്തലുകൾ എന്നിവ. ഇനി ഇതെല്ലാം കുറയ്ക്കാൻ വേണ്ടി സർക്കാരുകൾ എന്തെല്ലാം ചെയ്യുന്നുണ്ടോ അതും കൂടിയാണ് ഇനി ഈ ചാപ്റ്റേഴ്സിൽ നമുക്ക് നോക്കാനുള്ളൂ. അതിൽ നമുക്ക് കുറച്ച് ക്ഷേമ പദ്ധതികളെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. അതും കൂടി എടുത്താൽ നമ്മുടെ ക്ലാസ് ഇത്തിരി കൂടി നീണ്ടു പോകുന്നുള്ളതിനാലാണ് ഞാൻ ഇന്നത്തെ ക്ലാസ് അവിടെ നിർത്തുന്നത്. കാരണം നമ്മൾ ഒരു ചാപ്റ്റർ എടുത്താൽ തന്നെ അത് വെറുതെ വായിച്ചു പോവുകയല്ല, അതിൽ ഓരോ ടോപ്പിക് കൊടുത്ത് അതിനെ എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം നമ്മൾ അടുത്തയിലേക്ക് പോകുന്നത്. അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ചാപ്റ്റർ തീർക്കാൻ പറ്റാത്ത. ആദ്യത്തെ പോലെയാണ് പറഞ്ഞാൽ നമുക്ക് വെറുതെ വായിച്ചു വിട്ടാൽ അത് തീരും, പക്ഷെ അത് പോരാ എന്ന് എനിക്ക് മനസ്സിലായത് കൊണ്ടാണ് ഞാൻ ഓരോ ഭാഗവും എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അടുത്ത ക്ലാസ്സിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് ഇത് കുറയ്ക്കാൻ വേണ്ടി സർക്കാർ എന്തെല്ലാം കൊണ്ടുവന്നു എന്നതിനെക്കുറിച്ചും കുറച്ച് പദ്ധതികളെക്കുറിച്ചിട്ടാണ് ഇനി നമുക്ക് എടുക്കാനുള്ളത്. അതുമായി ഞാൻ വീണ്ടും അടുത്തൊരു ക്ലാസ്സുമായി വരുന്നതായിരിക്കും. അതുവരെ ഓക്കെ, ബായ്. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി വരുന്നത് വരെ ബായ്.